ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് ഓയിൽ ആൻഡ് ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ഇത് 13 വയസ്സ് തൊട്ടിട്ട് ഒരു 16-17 വയസ്സുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടീനേജ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്, അല്ലാണ്ട് അഡൽട്സിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ്റെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് വാഷ് നമ്മൾക്ക് സിമ്പിൾ മൈസെല്ലാർ ജെൽ ക്ലെൻസിങ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുന്നതാണ്. പിന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഫേസ് വാഷസ് ഉണ്ട്, യൂസ് ചെയ്താൽ അത് സ്ട്രിപ്പ് ചെയ്യും സ്കിന്ന്. അതുപോലത്തെ ഫേസ് വാഷ് അല്ല, എല്ലാ സ്കിൻ കെയറിനും എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയൊരു ഫേസ് വാഷാണ്. അപ്പോൾ ഓയിലി സ്കിന്നിനും അത് യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ 13 to 17 ഏജ് എന്നൊക്കെ പറയുമ്പോൾ ടോണേഴ്സ്, സിറംസ്, അതുപോലെ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വെറും 3 പ്രോഡക്ട്സ് മതി. മോർണിംഗിൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, അതുപോലെ സൺസ്ക്രീന്. അപ്പോൾ സെക്കൻഡ് വരുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നമുക്ക് സെറാവേൻ്റെ ഒറിജിനൽ മോയ്സ്ചറൈസർ ഉണ്ട്. അതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അതുപോലെ തന്നെ പിക്ചർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ സൈഡിലായിട്ട് ഏതാ ഐറ്റം എന്ന് ഞാൻ കൊടുക്കാം. അതും അടിപൊളിയാണ്. അത് ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഉള്ള മോയ്സ്ചറൈസറാണ്. സെറാവേൻ്റെ തന്നെ ഓയിലി സ്കിൻ കെയർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസർ ഉണ്ട് അവരുടെ. പക്ഷെ അതിനെക്കാട്ടിയും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വൈസ് ആയാലും ടെക്സ്ചർ വൈസ് ആയാലും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ സെറാവേൻ്റെ ഒറിജിനൽ മോയ്സ്ചറൈസറാണ്. പിന്നെ വരുന്നതാണ് സൺസ്ക്രീൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇത്രയും നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സൺ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ സൺസ്ക്രീന് ഞാൻ പറയണത് ഹീലിയോ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ സൺസ്ക്രീൻ, അതേത് സൺസ്ക്രീനാണെന്ന് ഞാൻ ഇവിടെ സൈഡിലായിട്ട് കൊടുക്കാം. അത് അടിപൊളിയാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് വൃത്തിയാണ്. അത് മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയുന്ന ആ ഒരു 3 സ്റ്റെപ്പ് മതി. നമുക്ക് ടോണർ, സിറം അങ്ങനത്തെ സംഭവങ്ങളൊന്നും മോർണിംഗ് സ്കിൻ കെയറിൽ ടീനേജേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി പറയാൻ പോണത് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ്. നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും ഇതുപോലെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ എല്ലാതും റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ ഡബിൾ ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യണം. ഡബിൾ ക്ലെൻസിങ്ങിന് ഇപ്പോൾ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. മറ്റേ ഗാർണിയറിൻ്റെ മൈസെല്ലാർ വാട്ടർ, അത് അടിപൊളിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റണതാണ്. അത് നന്നായിട്ട് റിമൂവ് ചെയ്യും, നന്നായിട്ട് പോഴ്സ് ക്ലെൻസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തും. അതുപോലെ ന്യൂട്രോജീനയുടെ ഒരു മൈസെല്ലാർ വാട്ടർ ഉണ്ട്, അതും അടിപൊളിയാണ്, നല്ല എഫക്റ്റീവാണ്. ഈ ന്യൂട്രിജീനയുടെയും ഗാർണിയറിൻ്റെയാണ് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. പിന്നെ ചിലർ കോക്കനട്ട് ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യാം. പക്ഷേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകുമ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫേസ് കഴുകണം. അല്ലെങ്കിൽ അത് എന്താ പറയുക, ക്ലോഗ് ചെയ്യും, പോഴ്സൊക്കെ ക്ലോഗ് ചെയ്ത് അത് അവിടെ അങ്ങനെ സ്റ്റക്കായി വേറെ ഇടുന്ന സ്കിൻ കെയർ ഒന്നും എഫക്റ്റീവ് അല്ലാണ്ടാവും. അതൊരു ലെയർ പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണത് ഉണ്ട്, നല്ലൊരു വേ ഓഫ് ഡബിൾ ക്ലെൻസിങ് ആണ്. ബട്ട് സ്റ്റിൽ അത് യൂസ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, ഫേസ് കഴുകി സെല്ലർ വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ സിമ്പിളിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാം, സിമ്പിളിൻ്റെ മൈസെല്ലാർ ജെൽ വാഷ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നൈറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് പോഴ്സ് എല്ലാ ഫേസൊക്കെ ആയിട്ട് നമ്മൾ മോർണിംഗ് സൺസ്ക്രീൻ ഇടുന്നുണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. അതുപോലെ എന്താ പറയുക, നമ്മൾ ഫുൾ എക്സ്പോസ് ടു പൊല്യൂഷനാണ്. ഫുള്ള് പുറത്ത് സ്കൂൾ പിള്ളേരാണല്ലോ, അപ്പോൾ പുറത്ത് ഇറങ്ങി നടക്കലോ ഇതൊക്കെയാണ്. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി എന്താ പറയുക, പോഴ്സൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സെറാവേൻ്റെ തന്നെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച്. അപ്പം സാലിസിലിക് ആസിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോഴ്സിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് അതിൽ അഴിഞ്ഞു കൂടിക്കെടുക്കണ അഴുക്കുകൾ, ഡസ്റ്റുകൾ, അതുപോലെ നമ്മൾ മോർണിംഗ് യൂസ് ചെയ്ത പ്രോഡക്ട്സ് എല്ലാതും ഭയങ്കര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഡീപ്പായി ക്ലീൻ ചെയ്യുമ്പോൾ പറയുമ്പോൾ അടുത്ത വരുന്ന സ്കിൻ കെയർ സ്റ്റെപ്പ്
അടുത്തപ്പോൾ ചിലപ്പോൾ സീറോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അബ്സോർബായി പോവും. എന്ന് പറഞ്ഞാൽ പോഴ്സ് ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് മുഖത്തിട്ടിട്ടും കാര്യമില്ല, കാരണം അത് സ്കിൻ അബ്സോർബ് ആക്കത്തില്ല. അപ്പോൾ ഈ സാലിസിലിക് ആസിഡ് ഇൻഗ്രീഡിയൻറ്റ് വരുന്ന ഫേസ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോഴ്സ് നല്ല രീതിക്ക് ക്ലീൻ ആക്കും. അപ്പോൾ പിന്നീട് എന്തൊക്കെയോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണത് അതൊക്കെ നന്നായിട്ട് എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഡബിൾ ക്ലെൻസ് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഒരു നയസിനമൈഡ് സിറം യൂസ് ചെയ്യാം. വേറൊരു സിറം വേണം, നയസിനമൈഡ് സിറം. നയസിനമൈഡ് സിറം എന്ന് പറഞ്ഞാൽ നയസിനമൈഡ് ഓഫ് കോഴ്സ് അത് ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ പറയും നയസിനമൈഡ് ഓപ്പൺ പോഴ്സ് ക്ലോസ് ആക്കും അങ്ങനെയൊക്കെ പറയും. ഈ സത്യം പറഞ്ഞാൽ ഈ ഓപ്പൺ പോഴ്സ് ക്ലോസ് പോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇല്ല. കാരണം നമ്മുടെ ബോഡിയിലെ ഒരു അവയവം, ഫോർ എക്സാമ്പിൾ മൗത്ത് ആണെന്ന് വിചാരിക്കട്ടെ, ഇത് ഓപ്പൺ ആവും ക്ലോസ് ആവാനും ചുറ്റും മസിൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൂവ്മെന്റ് നടക്കാനായിട്ട് മസിൽസ് ഉണ്ട്. അങ്ങനെ മസിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പോഴ്സ് ഓപ്പണും ക്ലോസ് ആവും. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം ഈ ഓപ്പൺ ക്ലോസ് പോഴ്സ് എന്നൊക്കെ പറയണത് ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ഗിമിക്കാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മുടെ പോഴ്സ് കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആവും. അതിനെ ആയിരിക്കാം ഈ ഒരു ഓപ്പൺ പോഴ്സ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ നൈസിനമൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സെബം പ്രൊഡക്ഷൻ, ഇപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതുകൊണ്ട് ആ ഒരു ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നെ ചെറുതായിട്ടൊന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഓയിലി സ്കിന്നുള്ളവർ ഇത് കൺട്രോൾ ആക്കണമെങ്കിൽ ഒരു നൈസിനമൈഡ് സിറം യൂസ് ചെയ്യാം. അത്രയും ഓയിലി ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നോർമൽ ഓയിലി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര കൺട്രോൾ ഇല്ലാത്ത ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു നൈസിനമൈഡ് സിറം യൂസ് ചെയ്യാം. ഇത് ആദ്യം 5% നൈസിനമൈഡ് ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റിൽ 10% നൈസിനമൈഡും ട്രൈ ചെയ്യാലും കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ആ സ്കിന്നിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് 5% നൈസിനമൈഡ് സിറംസ് ഒരുപാട് വരുന്നുണ്ട്. ഓർഡിനറിയിൽ വരുന്നുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ ബ്രാൻഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 10% നൈസിനമൈഡ് ഏതാ, ഓർഡിനറിയുടെ 10% ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് സുഗന്ധ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ 10%. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ 10% നൈസിനമൈഡ്, അതൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, 4th സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. എഗെയിൻ ഒരു സെറാവേൻ്റെ സാലിസിലിക് ആസിഡിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, സാലിസിലിക് ആസിഡ് മോയ്സ്ചറൈസർ. അതിൻ്റെ ലിങ്കും ഇമേജും ഞാനിവിടെ കൊടുക്കാം. അതും അടിപൊളിയാണ്. അത് ഭയങ്കര എന്താ പറയുക, അതിൽ കുറേ സെറമൈഡ്സും ഹൈലൂറോണിക് ആസിഡും അങ്ങനെ ഹൈഡ്രേറ്റിംഗ് ബാരിയർ റിപ്പയറിന് വേണ്ടിയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാർഷായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. സ്റ്റിൽ ഉള്ള പിള്ളേരുടെ സ്കിൻ കെയർ ആണ്. അതിൽ ഇത്രയും പ്രൊഡക്ട്സ് മതി, ഇതിനും കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. പിന്നെ ഏജ്ഡ് ആയി പിന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രൊഡക്റ്റ് മേടിക്കണതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നെക്സ്റ്റ് പറയാൻ പോണത് ഈ ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിൻകാർ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്കിൻ സ്ക്രബ് ചെയ്യരുത്. നമുക്കിങ്ങനെ കുറേ മുഖത്ത് ആക്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ വിചാരിക്കും സ്ക്രബ് ചെയ്താൽ അടിപൊളിയായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് അത് ക്യൂർ ചെയ്യുന്നു. പക്ഷെ സ്കിൻ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സും ഈ ഒരു ടൈം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ എടുത്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. സോ കംപ്ലീറ്റ്ലി സ്ക്രബ് ചെയ്യണ ആ ഒരു സംഭവം ഒഴിവാക്കാം. സ്ക്രബിങ്ങേ നല്ലതല്ല ഫേസിന്. നമ്മൾ പീൽസിൽ കെമിക്കൽ പീൽസ്, എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ്, അതൊക്കെയാണ് നോർമലി ഇപ്പോൾ സ്കിൻ കെയറിന് യൂസ് ചെയ്യുക. സ്ക്രബിങ് ഒക്കെ ലൈക്ക് ഇറ്റ്സ് ഡാമേജിങ് പ്രൊസീജിയറാണ്. ഉരച്ചൊരച്ച് എന്താ പറയുക സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയർ ഇളക്കി കളയുന്ന ഒരു സംഭവമാണ്. സോ സ്ക്രബിങ് നോർമലി റെക്കമെൻഡഡ് അല്ല. ആക്നി ഉള്ളവർ എനിവേ സ്ക്രബ് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫേസ് വാഷ് എപ്പോഴും കൈ പിടിക്കുക. അപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വെയർക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് വാഷ് മറ്റേ ആദ്യം പറഞ്ഞ സിമ്പിളിൻ്റെ മൈസെല്ലാർ ജെൽ ഫേസ് വാഷ് ഇല്ല, അങ്ങനത്തെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ സ്കിൻ സ്ട്രിപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഫേസ് വാഷ് എപ്പോഴും കൈ പിടിക്കുക. എന്നിട്ട് വെയർക്കുക. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും എപ്പോഴും പുറത്തായിരിക്കുമല്ലോ പിള്ളേർ. അപ്പോൾ
വേർക്കുമ്പോഴും അതുപോലെ ഇപ്പോൾ PT പീരീഡ് ഉണ്ടെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേർക്കുന്ന ടൈമിൽ ഫേസ് വാഷ് വെച്ചിട്ട് ജെൻറ്റിൽ ഫേസ് വാഷ് വെച്ചിട്ട് ജെൻറ്റിൽ ക്ലെൻസ് ചെയ്യുക. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീനേജ് പിള്ളേർ നോർമലി മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, ബട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലിക്വിഡ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഐലൈനറൊക്കെ ഐ ഷാഡോസൊക്കെ, പക്ഷെ ഫൗണ്ടേഷൻ നമ്മൾ ലിക്വിഡ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫൗണ്ടേഷനിൽ കോമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കോമഡോജനിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ആക്നി ട്രിഗർ ചെയ്യാൻ പാകത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ലിക്വിഡ് ഫൗണ്ടേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ പലരും ഡബിൾ ക്ലെൻസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ളവരാണ്. കാരണം പലർക്കും മോയ്സ്ചറൈസർ ഇടാൻ തന്നെ മടിയാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്ലെൻസിങ് ചെയ്യാൻ മടിയുള്ളവരാണ്. പക്ഷെ ഡബിൾ ക്ലെൻസിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് പിന്നീട് ആക്നി കണ്ടീഷൻ വേഴ്സ് ആക്കും. അതുപോലെ ഈ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ മേക്കപ്പും എല്ലാതും റിമൂവ് ചെയ്യും. പൊല്യൂട്ടൻസ് ആയാലും മോർണിംഗ് സ്കിൻ കെയറിലിട്ടുള്ള സംഭവം എല്ലാതും റിമൂവ് ചെയ്യും. അപ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈവൻ ചില സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യില്ല. പോഴ്സൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ആവാടേക്ക് എടുക്കും. അപ്പം എന്താ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രീമെച്യൂർഡ് ഏജിങ്. ചിലരപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ 30 വയസ്സായാലും ഒരു 40 വയസ്സായിട്ടുള്ളത്, അങ്ങനത്തെ സംഭവങ്ങൾ ഇതാക്കും. അതുപോലെ ആക്നി കണ്ടീഷൻസ് വേഴ്സൺ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലർ ഓയിൽ ഇട്ടിട്ടൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഹെയർ സീറൊക്കെ ഇട്ടിട്ട് ഹെയർ കെയർ ചെയ്ത് കിട്ടാറ്. അപ്പോൾ അത് മുഖത്തേക്ക് മുടി വീഴാത്ത രീതിയിൽ മുകളിൽ കെട്ടിവെക്കാം എന്ന് പറഞ്ഞത്. അപ്പം എന്താ നടക്കുന്നത്, ഈ നെറ്റിൻ്റെ ഏരിയയിലൊക്കെ ഫുൾ ആക്നി വന്ന് ഇതാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോഴും പലരും ടൂത്ത് പേസ്റ്റ് പിമ്പിളുമ ഇതാക്കും. അത് ടൂത്ത് പേസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ടൂത്ത് പേസ്റ്റ് ഇതാക്കുന്നു. അങ്ങനെയൊന്നും പാടില്ല. അങ്ങനത്തെ ഹാക്സ് ഒന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ആക്നി കണ്ടീഷൻ ഭയങ്കര വേഴ്സൺ ആവുകയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടിട്ടുള്ളതാണ് പിമ്പിൾസ് കുത്തിപ്പൊട്ടിക്കും. അത് ഞാൻ ആരെയും കുറ്റം പറയത്തില്ല, അത് ഇവൻ അവരെ ചെയ്യണ സംഭവമാണ്. നമുക്കൊരു ഇതുണ്ടാവും കുത്തിപ്പൊട്ടിക്കാനായിട്ട് പിമ്പിൾസ് മുഖത്തേക്കും. അത് പക്ഷെ ഒരിക്കലും ചെയ്യാൻ അത് ഡാർക്ക് സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ആ വരുന്ന ഒരു സ്പോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരും. അതങ്ങനെ പെർമനൻ്റ് ആയി നിൽക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ അത് പോലുള്ള ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ DIY ഇപ്പോഴും കുറേ DIY ചാനൽസ് ഉണ്ട്. എന്താ പറയുക, കുറേ DIY ഫോർ ഓരോ സ്കിൻ കണ്ടീഷന് വേണ്ടിയിട്ട് DIY സൺസ്ക്രീൻ വരെ ഇറക്കണ. സൺസ്ക്രീനൊക്കെ എത്ര ഫോർമുലേറ്റ് ചെയ്ത് എത്ര ടെസ്റ്റ് ചെയ്തിട്ടാണ് അറിയാം ഇറക്കണത്. അതുവരെ DIY ചെയ്യണ കുറേ ഈ ഹെർബൽ ആയുർവേദിക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യണ കുറേ ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമ്മൾ മുഖത്ത് DIY എസ്പെഷ്യലി ആക്നി കണ്ടീഷൻസ് ഉള്ളവരൊന്നും അപ്ലൈ ചെയ്യരുത് പ്ലീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ബാരിയറാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലോട്ട് ഒരു കൈൻഡ് ഓഫ് ബാക്ടീരിയയും ഒന്നും അകത്തോട്ട് കടക്കാനായിട്ടിരിക്കാനായിട്ട് നമ്മളെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബാരിയറാണ് നമ്മുടെ സ്കിന്ന്. ആ സ്കിന്ന് കടന്നു അങ്ങനെ ഒരു കൈൻഡിലാണ് അത് ഡിസൈൻ ആയിട്ടുള്ളത്, അത് ദൈവം തന്നിട്ടുള്ളത്. അത് എന്താ പറയുക, അത് കടന്നു പോകണമെങ്കിൽ, ആ സ്കിന്നിൽ പെനട്രേറ്റ് ആവണമെങ്കിൽ അതിന് വേണ്ടി ആ പെനട്രേറ്റ് ചെയ്യാനുള്ള ഫോർമുല വെച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് മുഖത്ത് തേക്കാം, അല്ലെങ്കിൽ എന്തുട്ടാ പെരിഞ്ചീരകം അരച്ച് തേക്കാം. ഇത് അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഈ ലെമണിൻ്റെ ജ്യൂസ് അതൊക്കെ ഭയങ്കര അസിഡിക് ആയിട്ടുള്ളതാണ്. pH ബാരിയറൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ജസ്റ്റ് നാച്ചുറൽ അതൊന്നും നമ്മൾ മുഖത്ത് തേക്കാണ്ടിരിക്കുക. കാരണം നാച്ചുറൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്താ പറയുക, ഇപ്പോൾ കുറേ ബ്രാൻഡ്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിനൊരു നാച്ചുറൽ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നാച്ചുറൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈനൈഡ് നാച്ചുറലാണ്, ലിഡ് നാച്ചുറലാണ്, ഇതൊക്കെ നല്ലതാണെന്ന് അല്ല. നമ്മൾ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് നല്ലത്. കാരണം പ്രോഡക്റ്റിൻ്റെ ഫോർമുലസ് സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് സംഭവങ്ങൾ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതിൻ്റെ സൈഡ് എഫക്ട്സ് മാറ്റിയിട്ട് എന്താ പറയുക, നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ് സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫോർമുലയുള്ള പ്രൊഡക്റ്റ് മാത്രമേ അത് പെനട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഈ DIY സംഭവങ്ങൾ മുഖത്ത് വരച്ചുകൊണ്ട് അത് വലിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ
വീഡിയോസ് കണ്ടിട്ട് അതിൽ വരുന്ന കുറ്റങ്ങളും കുറവുകളൊക്കെ ജസ്റ്റ് ഒരു കമൻസ് ആയിട്ട് നിങ്ങൾ ഇടണമെങ്കിൽ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു.